ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആൻഡ്രോയിഡിൽ ഒരു സ്പിന്നർ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഫയലിൽ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. എം ടി ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിന് നമുക്ക് പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. സ്പിന്നർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ ഫിനിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് സ്പിന്നറാണ് നമുക്ക് യൂസ് ചെയ്യുന്ന കൺട്രോൾ. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യാനുള്ള XML നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് വ്യൂ കൺട്രോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ പാലറ്റിൽ നിന്ന് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ സെക്ഷന്, വിഡ്ജറ്റ് അല്ല കണ്ടെയ്നർ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പിന്നർ എന്ന് പറഞ്ഞ കൺട്രോൾ ഉണ്ട്. കണ്ടെയ്നർ എന്ന് പറഞ്ഞ സെക്ഷനിൽ സ്പിന്നർ എന്ന് പറഞ്ഞ കൺട്രോൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, നമ്മൾ കൊടുത്തു. അതേപോലെ നമുക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പിന്നർ കൺട്രോൾ ഇട്ടു. ഇനി നമ്മൾ ബൈൻഡ് ചെയ്യണം അതിനെ. നമുക്ക് ടോപ്പിലേക്ക് ബൈൻഡ് ചെയ്തു, റൈറ്റിലേക്ക് ബൈൻഡ് ചെയ്തു, ഓക്കെ, ബോട്ടത്തിലേക്ക് ബൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ കൺട്രോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലേ ഔട്ട് വിഡ്ത്ത് നമുക്ക് മാച്ച് കൺസ്ട്രെയിൻ്റ് ആക്കാം. ഓക്കെ, അതും നമ്മൾ ചെയ്തു. ഇനി അതിൻ്റെ ID നമ്മൾ ചേഞ്ച് ചെയ്യാണ്. സ്പിന്നറിൻ്റെ ID CMB സ്പിന്നർ എന്ന് പറഞ്ഞ് കൊടുത്തു നമ്മൾ. ഓക്കെ, CMB സ്പിന്നർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസൈൻ സെക്ഷനിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കോഡിംഗ് സെക്ഷനിലേക്ക് ചെയ്യണം. ഇതിൽ നമുക്ക് 4 ഐറ്റംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ നമുക്ക് ഏത് ഐറ്റം ആണോ സെലക്ട് ചെയ്യുന്ന ആ ഐറ്റം നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത സെക്ഷനിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മൾ ഓരോ കൺട്രോൾസും ഫൈൻഡ് വ്യൂ ബൈ ID വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യണം, സ്പിന്നർ കൺട്രോൾ. അപ്പോൾ നമുക്ക് ഈ കോഡ് നമ്മൾ കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ സ്പിന്നർ എന്ന് പറഞ്ഞ ആ ഒരു നമ്മളെ XML ഉള്ള ആ ഒരു കൺട്രോളിനെ നമ്മൾ ആക്സസ് ചെയ്യാനുള്ള ഒരു സ്പിന്നർ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു സ്ട്രിങ് അരേ നമ്മൾ ഉണ്ടാക്കിയാണ്. ഈ അരേ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ്, 4 ലാംഗ്വേജ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുള്ള ഒരു അരയാണ് ഇതിൽ. ഫസ്റ്റ് ആൻഡ്രോയിഡിൻ്റെ ആംഗുലാർ, സ്പ്രിംഗ് ബൂട്ട്, പൈത്തൺ. അപ്പോൾ ഈ 4 ലാംഗ്വേജിൻ്റെ ഒരു അരേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലാംഗ്വേജസ് ആണ് നമുക്ക് സ്പിന്നറിലേക്ക് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ലോഡ് ചെയ്യുന്ന പാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്പിന്നറിനെ നമ്മൾ എന്ത് ചെയ്യണം, ID വെച്ചിട്ട് ആക്സസ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റ അതിലേക്ക് ലോഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സ്പിന്നറിനെ ഫൈൻഡ് വ്യൂ ബൈ ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. നമ്മൾ ചെയ്തു CMB സ്പിന്നർ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID ഓഫ്, നമ്മൾ ID എന്താണ് കൊടുത്തത്, r.id.cmb സ്പിന്നർ അല്ലേ. അപ്പോൾ ഈ CMB സ്പിന്നർ എന്ന ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ XML നിന്ന് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്പിന്നറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് അഥവാ നമ്മളെ ലാംഗ്വേജ് നെയിംസ് തന്നെ ഒരു അരേ മുകളിലുണ്ട്. ആ അരയിലുള്ള ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ലോഡ് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കൺട്രോളിലേക്ക് ഒരു ഡാറ്റ നമുക്ക് ലോഡ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അഡാപ്റ്റർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊരു അരേ ആയതുകൊണ്ട് അരേ അഡാപ്റ്റർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട് ആൻഡ്രോയിഡിൽ. അത് അതിൻ്റെ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു നമ്മൾ ന്യൂ അരേ അഡാപ്റ്റർ ഓഫ് ദിസ് കൊടുത്തു. അഥവാ ഇവിടെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലാണ് ഇത് ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, Android.r.layout.symbol_spinner_item എന്ന് പറഞ്ഞിട്ടുള്ളൊരു XML ഉണ്ട് നമുക്ക്. അത് ഡിഫോൾട്ടായിട്ട് ആൻഡ്രോയിഡ് ഉള്ളതാണ്. ആൻഡ്രോയിഡ് ഡോട്ടാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് മനസ്സിലാവാം. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ ആ അരേ കൊടുക്കുക, ഏത് അരയാണ് ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ അരേന്ന് എന്ത് ചെയ്യുക, ഒരു അഡാപ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ അഡാപ്റ്ററിലേക്ക് എന്ത് ചെയ്യുക, റിസോഴ്സ് സെറ്റ് ചെയ്യുക. അഥവാ നമ്മൾ എന്ത് ടൈപ്പാണ് ഇതിലേക്ക് വരേണ്ടത് എന്നുള്ളത്. Android.r.layout.symbol_spinner ഡ്രോപ്പ് ഡൗൺ ഐറ്റം. അഥവാ നമ്മൾ എന്ത് ചെയ്യാം, സ്പിന്നർ ഐറ്റം സിമ്പിൾ ആയിട്ടൊരു സ്ട്രിങ് ആണ് അതിലേക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, നമ്മൾ കൊടുത്തു, അതിൻ്റെ ടൈപ്പും കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്പിന്നറിലേക്ക് ഇനി എന്ത് ചെയ്യണം, ഈ അഡാപ്റ്ററിനെ ലോഡ് ചെയ്യിക്കണം. അഥവാ അതിനുള്ള മെത്തേഡ് നമുക്കുണ്ട്. CMB സ്പിന്നർ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ ഓഫ് എന്ത്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത അഡാപ്റ്റർ. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മൾ ആ സ്പിന്നറിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ഡാറ്റ ലോഡ് ചെയ്യിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്പിന്നറിലെ ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഓക്കെ,
കുറെ 4 ഐറ്റം ഉണ്ട്, അതിൽ ഒരു ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ഐറ്റം നമുക്ക് ജസ്റ്റ് അതിന്റെ നെയിം ടോസ്റ്റ് ചെയ്ത് വരണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ CMB സ്പിന്നർ ഡോട്ട് സെറ്റ് ഓൺ ഐറ്റം സെലക്ട് ലിസ്റ്റനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ട്, അതിന് നമ്മൾ എഴുതണം. ഓക്കെ, ആ ചേഞ്ച് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സെലക്ട് ചെയ്ത ആ ഓപ്ഷൻ നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് കൊടുത്ത് നമ്മൾ അത് കൊടുത്തിട്ട് ഓൺ ഐറ്റം സെലക്റ്റഡ് എന്ന് പറഞ്ഞ മെത്തേഡ് അതിനുണ്ട്. ആ ഒരു ഇവന്റിന് ഈ ഓൺ ഐറ്റം സെലക്റ്റഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ഐറ്റം അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്തുണ്ടാവും, ഈ വേരിയബിളിൽ നമുക്ക് ഏത് ഐറ്റം ആണോ സെലക്ട് ചെയ്തത് അതിന്റെ ഇൻഡെക്സ് ഉണ്ടാവും. അഥവാ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്താണ് 0 ഉണ്ടാവും, ഇതാണ് 1 2 3 അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇൻഡെക്സ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ അരേന്ന് ലാംഗ്വേജ് നെയിംസ് തന്നെ അരേന്ന് എന്ത് ചെയ്യുക, നമ്മൾ ആ ഇൻഡെക്സിലുള്ള പർട്ടിക്കുലർ ഒരു എലമെന്റ് നമ്മൾ റീഡ് ചെയ്യുക അഥവാ സെലക്ട് ചെയ്തെടുക്കുക. അതിനാണ് ഈ ഒരു കോഡ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടോസ്റ്റിലേക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് ഓഫ് ഗെറ്റ് അപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ലാംഗ്വേജ് നെയിംസ് ഓഫ് ഐ. അപ്പൊ നമുക്ക് ആ സെലക്ട് ചെയ്ത ലാംഗ്വേജ് കിട്ടും. പിന്നെ ടോസ്റ്റ് ഡോട്ട് ലോങ് ഡോട്ട് ഷോ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു കോംബോ ബോക്സ്, ഒരു സ്പിന്നർ നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യിച്ചു. ആ ഡാറ്റ ലോഡ് ചെയ്യിച്ചിട്ട് അതിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്ത ആ കറസ്പോണ്ടിങ് ലാംഗ്വേജ് നമുക്ക് ടോസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് 4 ഓപ്ഷൻ, ഇതാണ് സ്പിന്നർ. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജസ് ആണ് ആൻഡ്രോയിഡ്, ആംഗുലാർ, അതേപോലെ സ്പ്രിംഗ് ബൂട്ട്, പൈത്തൺ. അത് നമുക്ക് സ്പ്രിംഗ് ബൂട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതുണ്ടോ, സ്പ്രിംഗ് ബൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോസ്റ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇതാണ് ഒരു സ്പിന്നറിന്റെ എക്സാമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോന്റെ അണ്ടറിൽ കമന്റ് ചെയ്യുക. നമുക്ക് എല്ലാ ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.